പേടിക്കണ്ട പേടിക്കണ്ട. എന്നാ അയ്യോ, മൊത്തമായിട്ട് 5 ലക്ഷം ഉണ്ടോ? അതെ സാറേ, വാങ്ങിക്കോ. അയ്യോ, ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കുടുങ്ങുന്നേ. ഡിപ്പാർട്ട്മെന്റോ? എന്ത് ഡിപ്പാർട്ട്മെന്റ്? ഞങ്ങള് AAA TV മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ വരുന്നത്. എന്താ സാറേ ഇത്? ഇങ്ങേരുടെ മോന്ത കണ്ടിട്ട് ലോഡ് വലിക്കുന്ന കാളെ പോലെ ഉണ്ടല്ലോ. എടോ, കളിയാക്കാതെ ആട് കൺഫേം ചെയ്യാനുള്ള മാർഗം നോക്കടാ. ചേട്ടാ, ഞങ്ങക്ക് ദയവായിട്ട് ഒരു ആട് ഒന്ന് സഹായിക്കും. എന്താ ബഡ്ജറ്റ്? എടോ, ധൈര്യമായിട്ട് 5 ലക്ഷം പറ. ചേട്ടാ, 5 ലക്ഷം. ഒരു 4 ലക്ഷം രൂപ. 3 ലക്ഷം. 2 ലക്ഷം രൂപ. 1 ലക്ഷം. ചേട്ടാ, 50,000 രൂപ കൺഫേം ചെയ്യാൻ ചേട്ടാ. അതിനേക്കാളും കുറച്ചെടുത്ത കടയ്ക്ക് നാണക്കേടാ ചേട്ടാ. 5,000 rupees ഫൈനൽ. 5,000 രൂപയോ? നോ ഡിസ്കഷൻ, വൺ കണ്ടീഷൻ. തമന്ന, സമന്ത, അഞ്ജലി 3 പേരും മിക്സ് ആയതുപോലെ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വാ. ആഡ് കൺഫേം. 5,000 രൂപയ്ക്ക് തമന്ന, സമന്ത, അഞ്ജലി 3 പേരെ മിക്സ് ചെയ്ത് ഒരു പെണ്ണ്. പോയടാ. എടാ ചേട്ടാ, അവന്റെ കാര്യം പോട്ടെ, അവൻ ഓഫീസ് ബോയ് അല്ലേ. ഞാനാ MD, ഞാനാണ് എല്ലാം. ഞാൻ കൂട്ടിക്കൊണ്ട് വരാം. ആഡ് കൺഫേം. മരിച്ചവരെ അടക്കം ചെയ്യുന്നതിന് തന്നെ 10,000 ചെലവാ. 5,000 രൂപയ്ക്ക് ആഡ് ചെയ്യാമെന്ന് എന്തിനാ സമ്മതിച്ചത്? സാറ് കൊടുക്കുന്ന 5,000 രൂപയ്ക്ക് കരീന കപൂറും പ്രിയങ്ക ചോപ്രയും വന്ന് സ്വർണ്ണ തിളക്കം ജുവലറി, ജിഞ്ചിലക്കൻ ജിലിജിലക്കൻ ജുവലറി എന്ന് പാടി അവരെല്ലാം ഡാൻസ് ചെയ്യുമെന്നാണോ? ഓഫീസർ, ഒന്നുകൂടെ ചെയ്തേ. എന്തിന്? ഒന്നുകൂടെ ചെയ്യേ. സ്വർണ്ണ തിളക്കം ജുവലറി, ജിഞ്ചിലക്കൻ ജിലിജിലക്കൻ ജുവലറി. 10 പൈസ ചെലവില്ലാതെ ഫ്രീ ആയിട്ട് നമുക്കൊരു മോഡലിനെ കിട്ടി ഓഫീസറെ. ഇങ്ങോട്ട് വാടി എന്റെ കരീന ചോപ്ര. ഒന്നാംകിളി പൊന്നാംകിളി വന്നാംകിളി മാവിന്മേൽ രണ്ടാംകിളി കണ്ടു കൊതി കൊണ്ടുവരവുണ്ടപ്പോൾ മൂന്നാംകിളി നാലാംകിളി എണ്ണാതതിലേറെ കിളി അങ്ങോട്ട് കൊത്തിങ്ങോട്ട് കൊത്തായി. കിളിച്ചുണ്ടൻ മാമ്പഴമീ കിളി കൊത്താ തേൻപഴമീ തളിർ ചുണ്ടിൽ പുത്തിരി മുത്തായി ചിപ്പിയിലെന്നെ കാത്തുവെച്ചോ. ഒന്നാംകിളി പൊന്നാംകിളി. ചേട്ടാ, ഇതാണ് കരീന. ചേട്ടാ, ഇതാ കരീന ചോപ്ര. നമസ്തേ ബോൽ. നമസ്തേ. ഫണ്ണി ഇംഗ്ലീഷാ. ബോംബെയിലെ അതാ ഇംഗ്ലീഷ്. പ്രസാദം പറഞ്ഞ് ഒന്ന് എഴുതി കൊടുക്കുക. കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ കിട്ടുന്ന ആട്ടെ, അവർക്കായില്ലേ. രാവിലെ ഓഫീസ് പോലും തുറക്കാതെ എവിടെ പോയി തൊലഞ്ഞവൻ. ആദ്യം ശമ്പളം കട്ട് ചെയ്യണം. നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ AAA ചാനലിൽ ജോലി ചെയ്ത് എനിക്ക് ഇതും കിട്ടും, ഇതിന്റെ അപ്പുറവും കിട്ടും. ഇതെന്റെ രാജിക്കത്താണ്. താങ്കൾ സ്വീകരിക്കുന്നേ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. ഇനി എന്റെ പുറകെ വന്ന് എന്നെ ജോലിക്കായിട്ട് തിരിച്ചു വരുത്താൻ എന്നെ അന്വേഷിച്ച് എന്റെ ബേക്കറിയിൽ വന്നാൽ അപമാനം താങ്ങാനാവാതെ ഞാൻ തൂങ്ങിച്ചാവും നിങ്ങളുടെ മുന്നിൽ എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എത്ര അഹങ്കാരം ഉണ്ടെങ്കിലും ഇവൻ. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിയ ഏതെങ്കിലും കസ്റ്റമർ കഴിക്കുവോ? നിനക്കൊന്നും നാണമില്ലടാ. എന്നെ അന്വേഷിച്ച് എന്റെ ബേക്കറി വന്നാൽ അപമാനം താങ്ങാനാവാതെ തൂങ്ങിച്ചാകും എന്ന് ദേഷ്യത്തോടെ കല്യാണരാമൻ. എന്താടാ? എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചെന്നറിയാം നിങ്ങൾക്ക്? എടോ എന്താടോ പെണ്ണുങ്ങളെ പോലെ കരയുന്നത്? ഈ അസമയത്ത് നിങ്ങളുടെ അന്തപുരത്തിലേക്ക് എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എന്ത് വിഷയം സാറേ? അനിയ, ആ ബോംബെ കുട്ടി കരീന ചോപ്ര എന്റെ കൺമുമ്പിൽ തന്നെ നിപ്പുണ്ട്. നോക്ക് നോക്ക്. സ്വർണ്ണത്തിളക്കം ജ്വല്ലറി, ജിഞ്ചിലക്കം ജില്ലിച്ചിലക്കം ജ്വല്ലറി.
എന്തൊരു ഭംഗിയാ, എന്തൊരാട്ടമായിരുന്നു അവളുടെ. ആ കരീന ചോപ്ര എന്റെ മനസ്സിന് ചെറുനാരങ്ങയെ പോലെ കച്ചക്ക് കച്ചക്ക് എന്ന് പിഴിയുവാടാ. അതുകൊണ്ട് ആ ബോംബെ കുട്ടീനെ എനിക്ക് നീ ഒപ്പിച്ചു തരണം പ്ലീസ്. ആ കുട്ടീന്റെ കൂടെ ഒരു ദിവസം, ഒറ്റ ഒരു ദിവസം ജീവിച്ചില്ലെങ്കിൽ ഈ ശരീരം വേവില്ല, ഒരിക്കലും വേവില്ല. പ്രോമിസ്. ക്യാഷ്, ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്റെ അടുത്ത് നിന്ന് എടുത്തോ. ഐശ്വര്യ ദേവി ഏത് റൂട്ടിൽ വന്നാലും എന്താടാ. എന്നോട് ആ ജോലി നോക്കാൻ പറഞ്ഞു. അത് പിന്നെ പോട്ടെ നോക്കാം. എന്നെ അയാൾക്ക് ഞാൻ തന്നെ കൂട്ടിക്കൊടുക്കണമോ? ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എം ഡി സാറേ? ഒരു കറ തീർന്ന ബ്രഹ്മചാരിയെ കൊണ്ടുപോയി 5000 രൂപയ്ക്ക് പണയം വെച്ചാൽ നിങ്ങൾ നന്നാവില്ല. ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് കരുതി ഫാനിൽ തൂങ്ങാൻ പോയതാ ഞാൻ. എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ ഞാനോ? വീട്ടിലുള്ളത് ടേബിൾ ഫാനാ, അതിലെങ്ങനെ തൂങ്ങിച്ചാവുന്നത്? ചോദ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഓഫീസർ അതേ ദേഷ്യപ്പെടണ്ട. ജീവിതമാകുമ്പോ നന്മയും തിന്മയും ഒക്കെ ഉണ്ടാവുന്നേ. നമ്മൾ വേണം അരയന്നത്തെ പോലെ രണ്ടും പിരിച്ച് കൈകാര്യം ചെയ്യാനായിട്ട്. അരയന്നം വന്നങ്ങ് പിരിച്ച് കയറ്റിട്ട് മേളിലോട്ടങ്ങ് പറന്നു പോകും. സുകുമാരൻ നായർക്ക് ഞാൻ ആരാന്ന് മനസ്സിലായെങ്കിലേ അങ്ങേരന്റെ എല്ലാം രണ്ടാക്കും. ഇതോടെ താങ്കളോടൊപ്പമുള്ള എല്ലാ പരിപാടിയും നിർത്തി എന്നെ ശല്യപ്പെടുത്താതെ സ്ഥലം കാലിയാക്ക്. മിസ്റ്റർ കല്യാണരാമൻ, ആലോചിക്കാതെ വാക്കുകൾ ഉച്ചരിക്കരുത്. 5 കൊല്ലത്തിനു മുമ്പ് നിങ്ങൾ ബേക്കറി വെച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? AAA TV. എടോ എന്താടോ ഇതൊക്കെ? സാറേ ദേഷ്യപ്പെടല്ലേ. സാറിനെ എങ്ങനെയും ഇംപ്രസ് ചെയ്തിട്ട് നിങ്ങളുടെ AAA ചാനൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലിക്ക് കയറണം. അതിനുവേണ്ടിയാ സാറേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എം ഡി സാർ, ഫോൺ ബനേഗ ഉമാപതി, ഞാൻ കോമഡി ശരൺ. ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സാർ. താങ്കൾ എന്നെ അസിസ്റ്റന്റ് ആയിട്ട് കൂട്ടിയെങ്കിൽ താങ്കളുടെ കാലിന്റെ ഇടയിലുള്ള ചെരുപ്പിനെ പോലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാകും സാറേ. ഇത് സത്യം സാറേ. ഇങ്ങനെ ഒരു അടിമയാണ് ഞാൻ തേടിക്കൊണ്ടിരുന്നത്. നിങ്ങളുടെ ഈ അറിവും വിവേകവും നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പോവുകയാണ്. യു ആർ അപ്പോയിന്റഡ് മിസ്റ്റർ കല്യാണരാമൻ ഓഫീസർ. ക്ഷമിക്കണം എം ഡി സാറേ. ഇനി നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എന്നെ ജോലിക്ക് ചേർക്കുമോ സാറേ? നമ്മുടെ ചാനലിനെ സ്ഥാപനം എന്നാണ് പറയുന്നത്. യു ആർ റീഅപ്പോയിന്റഡ് ഓഫീസർ. താങ്ക് യു സാർ. MD സാർ നിങ്ങൾക്ക് ഫോൺ. താങ്ക് യു MD സാർ. ബേക്കറിയിലെ എം ഡിയാ. ഹലോ ചേട്ടാ, പറഞ്ഞാട്ടെ. ഞാൻ ഇപ്പൊ തന്നെ ഓടി വരാൻ ചേട്ടാ. എം ഡി സാർ, അയർക്കുന്നത്തുള്ള എൻ്റെ ഫ്രണ്ട് ജോൺസന്റെ കല്യാണമാണേ. നമുക്ക് 2 ആൾ കൂടെ പോയാലെന്താ? ജോൺസണോ? എന്റെ അറിവിൽ നിനക്ക് ജോൺസൺ എന്തായാലും ഫ്രണ്ട് ഇല്ലല്ലോ. അയ്യോ, നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല എം ഡി സാറേ. ഞങ്ങൾ രണ്ടും പോളിയോ ഡ്രോപ്സിൽ തുടങ്ങിയ കൂട്ടുകെട്ടാ. നന്നായിട്ട് സാറേ, പോയിട്ട് പെട്ടെന്ന് വരാം. അല്ല, നിങ്ങളുടെ കൂട്ടുകാരന്റെ കല്യാണത്തിന് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതാ പറഞ്ഞ് നിങ്ങൾക്ക് വിവരമില്ലെന്ന്. അയാൾ സാധാരണ ജോൺസൺ അല്ല, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ MD ആണ്. അവരുടെ പൗഡർ ടിന്നിൽ കുട്ടിയുടെ പടവില്ലേ, അതാരാന്ന് എം ഡി സാറിന് അറിയാവോ? അവനാണോ നിന്റെ ഫ്രണ്ട്? അല്ലല്ല, ആ കുട്ടിയായി ഞാൻ. കുഞ്ഞിലെ എന്നെ കാണാൻ നല്ല വണ്ണമായിരുന്നു കേട്ടോ. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ഇപ്പോഴും ആ പടം തന്നെ ഇട്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ സാർ എൻ്റെ കൂടെ വന്നാൽ അപ്പൊ തന്നെ നമുക്കൊരു ആഡ് ഒപ്പിച്ചോണ്ട് പോരാം. ബല്ലേ, ഈ വ്യാപാര ബുദ്ധി നിങ്ങൾ എവിടേക്കോ എത്തിക്കാൻ പോവാ. നല്ല ഷാർപ്പാണല്ലോടാ നീ. ഓഫീസർ, നേരെ പോയി കൂട്ടുകാരനെ കാണുന്നു, ആടിന്റെ കാര്യം കൺഫേം ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യൻ ടെലിവിഷനിൽ നമ്പർ 1 TV AAA TV ആണെന്ന് മാറ്റുന്നു. ജീവിതത്തിൽ ജയിക്കുന്നു. എടാ, എന്റെ MD സാർ കഷ്ടപ്പെട്ട് ജയിച്ചിടും എന്ന് പറയുമ്പോൾ നീ എന്താ തോൽക്കും പറയുന്നത്? ഇത് സ്തോത്രം എന്നാ പറഞ്ഞത്. ഇസ് വായിൽ വന്നില്ല. എടാ, നിന്റെ നാക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അയൺ ബോക്സ് വെച്ച് തേക്കടാ. ഓഫീസർ, നിന്റെ ഫ്രണ്ടിന്റെ പേര് ജോൺസൺ എന്നല്ലേ പറഞ്ഞു? അതെ. ഇവിടെ ആൽബർട്ട് എന്നാണല്ലോ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആൽബർട്ട് ജോൺസൺ. അതെ എം ഡി സാറേ. ഇപ്പോ കൃഷ്ണനെ മുരളീകൃഷ്ണൻ എന്ന് വിളിക്കുന്നു, ഗോപാലൻ നന്ദഗോപാലൻ, അങ്ങനെ കൃഷ്ണന് പല പേരുണ്ടല്ലോ. അതുപോലെയാ ജോൺസൺ, ആൽബർട്ട് ജോൺസൺ, പീറ്റർ, ജോൺ പീറ്റർ, പാൻഡിങ്, റിക്കി പാൻഡിങ്, അതുപോലെ. ശരി, വാ. ഹലോ ചേട്ടാ. അതാണ്ട വന്നു. അതാ എത്തി.
എന്റെ കൂടെ വന്നേലേ. കുറച്ചുകൂടി ഓളം കുടിക്കോ. ഓഫീസർ, ജോൺസനെ കാണണം, ജോൺസൺ ആൻഡ് ജോൺസന്റെ ആഡ് കൺഫേം ചെയ്യണം, നമ്മുടെ ചാനൽ നമ്പർ 1 ആക്കണം. ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചും കൂടെ ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ കൂത്തടിക്കുക അല്ലേ? ഞാനോ? ആ കൂത്തോ? ആ അപ്പോ നിങ്ങളോ? കുറച്ചെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുടെ കൂടെ ജോലി ചെയ്യുന്നതിനേക്കാൾ പോയി പെണ്ണുങ്ങളെടുപ്പോ. കോർപ്പറേഷനിലെ കുപ്പ പാരാൻ പോകുന്ന നല്ലതെന്ന് തീരുമാനിച്ചു. ഇതെന്റെ അവസാനത്തെ വിളിയാ. MD സാർ, ഞാൻ ജോലി റിസൈൻ ചെയ്യുക. ഒരു നിമിഷം. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം പൊങ്ങി വന്നാ പിന്നെ ജീവിതകാലം മുഴുവൻ ബേക്കറിലിരുന്ന് ഈച്ചയെ ഓടിക്കേണ്ടി വരും. ഓക്കെ, ദി ചോയ്സ് ഈസ് യുവേഴ്സ്. ചെയർ വെറുതെ കിടക്ക, വന്നിരിക്കാൻ നോക്ക്. ഓക്കെ. ആള് എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. വലിയ ഹാളാണല്ലോ. 1000-1500 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, ഭയങ്കര ചൂടാ. ആവി എടുക്കുന്ന കണ്ടില്ലേ? AC ഉണ്ടായിരുന്നു, നല്ല സുഖിച്ചിരിക്കാമായിരുന്നു. ഞാൻ ഹാളെന്ന് പറഞ്ഞില്ല, എന്റെ ആളിനെയാ പറഞ്ഞത്. ആളോ? അതിന്റെ ഇടയ്ക്ക് ഇത് ഒപ്പിച്ചോ? ഒന്ന് ശ്രദ്ധിച്ചോ ഓഫീസറെ? ചില പെണ്ണുങ്ങളെ കാണാൻ നല്ല സുന്ദരിയായിരിക്കും, പക്ഷെ ശബ്ദം ഒന്നിനും കൊള്ളില്ലായിരിക്കും. ചിലരെ കാണാൻ ഓക്കെ ആയിരിക്കും, പക്ഷെ ശബ്ദം വളരെ സൂപ്പർ ആയിരിക്കും. ചില പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ കാണാനും സുന്ദരിയായിരിക്കും, ശബ്ദവും നന്നായിരിക്കും. എന്റെ ആളിന് ഇത് രണ്ടും നന്നായി വന്നു. സത്യത്തില് ഞാൻ ഒരു ലക്കി മാനാണ്. ഇവളെ കല്യാണം കഴിച്ചോണ്ടല്ലോ, ഇവളെ ഞാൻ വെളുപ്പം കാലം വരെ വെച്ച്. മനസ്സിലായി. സാറിന്റെ മുഖത്തെ ഭാവം കണ്ടാലറിയാം മനസ്സിൽ ഉദ്ദേശം എന്താ. ചേച്ചേ, പാട്ട് പാടാൻ പറഞ്ഞ് കേട്ടോണ്ടിരിക്കുന്ന പറഞ്ഞേ. ചിത്രാദേവി പ്രിയയുടെ ഓഫീസർ റെഡി. ഇളയനില സംഗീത പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സംഗീതമണിയിൽ നനയാൻ നിങ്ങൾ റെഡിയല്ലേ? ഇതെന്താ ഇവന്മാര് ആരും കൈയടിക്കില്ലേ? താങ്ക്സ്. തുടങ്ങാല്ലേ? ആഹാ, എന്താ ശബ്ദം, എന്താ സൗന്ദര്യം. എന്റെ മനസ്സെന്റെ അടുത്തില്ല. 1 2 3 4. എത്രയോ ജന്മമായി. എന്താ സാർ, കുളിര് പോരുന്നോ? സോറി, എന്താ അങ്ങനെ ചെയ്തേ? കറക്റ്റായി വായിക്കേ. അതല്ലേ ഓർത്തെ, അവിടെ എന്തോ പ്രശ്നം. ഓക്കെ. എത്രയോ ജന്മമായി. ഈ ശബ്ദം കൊണ്ടുള്ള പാട്ടാണോ രാത്രി മുഴുവൻ കേട്ടുകൊണ്ടിരിക്കാൻ പോകുന്നത് MD സാറേ? സോറി, എന്റെ മിസ്റ്റേക്കാ. സോറി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, ഇഷ്ടമായി നിന്നെ MD സാർ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ MD സാർ. എടി, നിർത്താനേ പറഞ്ഞു. അഹങ്കാരം കണ്ടില്ലേ? നിർത്താൻ. MD സാറേ, നിർത്ത് പിന്നെ പാടിക്കൊണ്ടിരിക്കണം. ഇങ്ങോട്ട് അടിച്ചോണ്ടല്ലോ. ഇവിടെ എന്താ കല്യാണ ചെറുക്കൻ മരിച്ചോ, അതോ അവന്റെ അച്ഛൻ പീറ്റർ മരിച്ചു പോയോ? ഒസാനെന്ന് പാടാൻ പറഞ്ഞ എന്ന് വെക്കുന്നു. കാതിന്റെ അകത്ത് ഹോൺ അടിച്ച പോലുണ്ട്. ഇതെന്താ കല്യാണ വീടോ അതോ മരണ വീടോ? ഒരാളും നിനക്കൊക്കെ എത്ര അഹങ്കാരം ഉണ്ടെങ്കിലാ ചിത്രാദേവി പ്രിയയുടെ ഇളയനില സംഗീത പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് പറയും മൈക്ക് പിടിച്ച്. അതും പോരാഞ്ഞ് സംഗീതമഴയിൽ നനയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നു. എടാ, എല്ലാത്തിനും കാരണം നീയൊക്കെയാ. ഇനി ഏതെങ്കിലും ഒരുത്തൻ കീബോർഡ് വായിക്കുന്നു കബോർഡ് വായിക്കുന്നു പറഞ്ഞോടെ വന്നാ കൈയും കാലത്തല്ലിടിക്കാം. കുറച്ചെങ്കിലും സ്റ്റേജ് മാനേഴ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ കിടന്ന് ഒച്ചയുണ്ടാക്കോ? എല്ലാവരും എന്റെ പാട്ട് ജോളിയൊക്കെ ആയിട്ട് രസിക്കായിരുന്നു. എന്തിനാ അവരെ ഡിസ്റ്റർബ് ചെയ്തേ? എന്തോന്ന് ഞാൻ ഡിസ്റ്റർബ് ചെയ്തെന്നോ? എടീ, നീയാ എല്ലാരും പാട്ട് പാടി ചലഞ്ച് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, ഒരു പെണ്ണ് സ്റ്റേജിൽ കയറി വൃത്തികേടായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും ചെവി കേൾക്കാത്ത പോലെ വെറുതെ മിണ്ടാതിരിക്കുന്നതിനാ. എന്തെങ്കിലും പറയേ. MD സാറേ,
ഇത് എന്തോന്നാ ഇത്? റോഡ് വക്കിൽ മൈലെണ്ണ കച്ചവടം നടത്തുമ്പോൾ ആളെ കൂട്ടി നിന്ന് പ്രസംഗിക്കുന്നത്. നിന്നേക്കാളും വൃത്തികേടായിട്ട് പാടുന്നു. എന്നെ കൊണ്ട് എങ്ങനെ സഹിക്കാനാവും? പറയേ. ദേ നോക്ക്, വൺ സൈഡ് ലവിന് ഓവർ ഫീലിംഗ് ആകാതെ വരാൻ നോക്ക്. വാ ഓഫീസർ, എന്നെ തടയരുത്. എടി, ഇനി നീ സ്റ്റേജിൽ കയറി പാടുന്ന കണ്ടോ ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് പാടണം നിർബന്ധമാണെങ്കിൽ ബാത്റൂമിൽ പോയി പാടറി. എടി, അവിടെ നീ പാടണ്ട. വെള്ളം പോലും വരത്തില്ലടി. ഒട്ടുപാടാ ഇറങ്ങിയേക്കുന്നു. ഓഫീസറെ, എനിക്കൊരു നല്ല പാട്ടുകാരി കിട്ടിയെന്നോർത്ത് ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ? അവളെ കണ്ട ആ ചെറിയ നിമിഷത്തിൽ ഒരു ജീവിതം തന്നെ ജീവിച്ചു തീർന്നു. പക്ഷെ അവള് നിന്നേക്കാളും വൃത്തികേടായിട്ട് പാടി. മതി. എന്റെ ആഗ്രഹങ്ങൾ ഇത്ര വേഗം തട്ടിത്തെറിപ്പിക്കുമെന്ന് ഞാൻ ഓർത്തില്ല. എന്നെ വിശ്വസിപ്പിച്ച് ചതിച്ചു. ആ ശാപം അവളെ വെറുതെ വിടില്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്റെ ദൈവം അവളുടെ മുഖത്തിനിട്ട് കുത്തും. മുഖം നോക്കി കുത്താൻ ദൈവം എന്താ ബോക്സർ വല്ല ആണോ? തുടങ്ങിയവൻ. അല്ല, അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ എന്താ സ്റ്റാർ സിംഗറിന്റെ ജഡ്ജോ? ശ്രുതി ശരിയല്ല, സംഗതി ശരിയല്ല, ഷഡ്ജ് ഇട്ടിട്ടില്ലെന്നൊക്കെ പറയാൻ. എന്റെ സാറേ, ബിരിയാണിയിൽ പീസില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്ക്. അതിൽ ന്യായമുണ്ട്, അതിന് ഞാൻ കൂട്ടി നിൽക്കാം. ചള്ളാസിനകത്ത് ഉള്ളിയില്ലെന്ന് പറഞ്ഞാൽ അതിനും ഒരു അർത്ഥമുണ്ട്, അതിന് ഞാൻ കൂട്ടി നിൽക്കാം. ഇതൊന്നും അല്ലാതെ ആ പെണ്ണിന്റെ അടുത്ത് പോയിട്ട് ഒരാൾ വന്നിരിക്കുന്നു, ഇത് കേട്ടോ സാറേ, ഇലയിട്ട പന്തിയിലിരുന്ന് ഉണ്ടിട്ട് പോകണം, മണ്ഡപത്തിൽ കയറി ചെല്ലുന്നതിനൊരു മര്യാദയുണ്ട്, നശിപ്പിക്കല്ലേ. വാ. പ്രായമായി കഴിഞ്ഞാലേ ഇങ്ങനെ തന്നെ. എഴുന്നേക്ക് ഓഫീസർ, എഴുന്നേക്ക് ഓഫീസർ. എടോ, എഴുന്നേക്കാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വൃത്തികേടായി പാടിയില്ലെന്നോർത്ത് ഞാൻ ഈ നമ്രസിരസ്കായി നിൽക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ എല്ലാരും വരുന്നതിന് മുമ്പ് വന്നു കയറിയിരിക്കുന്നു. നാണമില്ലേ? അതിന് നാണിക്കേണ്ട കാര്യം എന്തുവാ? ഏൽപ്പിച്ച ജോലി ചെയ്യാൻ പോവാ. ഏൽപ്പിച്ച ജോലിയോ? എടോ, വന്ന കാര്യം മറന്നോ? ആൽബർട്ട് ജോൺസനെ കാണണം, ബേബി സോപ്പ് ആഡ് കൺഫേം ചെയ്യണം, ചാനൽ നമ്പർ 1 ആക്കണം. അതിനുവേണ്ടി ഇവിടെ വന്നത്. അതെല്ലാം ചുരുട്ടി. എനിക്ക് ആൽബർട്ട് ജോൺസനെ അറിയത്തില്ല, ഒരു ഓംലെറ്റ് ജോൺസനെ എനിക്കറിയത്തില്ല. എല്ലാം നുണയാ. ഞാൻ വന്നത് തന്നെ കാദർബായുടെ മട്ടൻ ബിരിയാണി കയറ്റാൻ വേണ്ടിയാ. സന്തോഷമായല്ലോ. ബായ് ഇക്ക, നമസ്കാരം. അയ്യോ പാവ, വരവ് കണ്ടോ? ഓക്കെ ബായ്. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ നാട്ടില് എവിടെ നിക്കാഹ് നടന്നാലും ഞമ്മള് ബിരിയാണി ഉണ്ടാക്കിയ കറക്റ്റായിട്ട് ഈ പകയൻ അവിടെ എത്തും. എന്ത് കലാക്കിലെ ജോലി ഉണ്ടെങ്കിലും ഞമ്മളുണ്ടാക്കുന്ന ബിരിയാണി തിന്നാലും ഇവന് അടങ്ങൂല. ബായിയുടെ ബിരിയാണിക്ക് എന്റെ നാക്കടിമ. എന്റെ പൊന്നു പുള്ള ഞാൻ ഉള്ളതേ പറയൂ. തരുന്നു, ഞമ്മളത് ചെയ്യുന്നല്ല. ഒന്നിനും കൊള്ളാത്ത ഈ കാദർബായുടെ ബിരിയാണിക്ക് വേണ്ടിയാണോ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? നമ്മുടെ ബായിയെ കണ്ട കാണ്ടാമൃഗം ബലിയിലിട്ട് പോലും ഉണ്ടാവുമല്ലേ? പക്ഷെ നമ്മുടെ ബായിയുടെ കൈ ഉണ്ടല്ലോ, രുചി അങ്ങോട്ട് തോന്നിയ നക്കി തുടക്കാൻ തോന്നും. അത്ര മാത്രമല്ല രുചി. നമ്മളെ പുകഴ്ത്തന്റെ 2 പീസ് കൂടുതൽ തന്നേക്കാവുന്ന്. ഞമ്മടെ കഴുത്തൽ ഈ തൂങ്ങിക്കിടക്കുന്ന എന്താന്ന് കണ്ട? ഇതെന്താന്ന് മനസ്സിലായ? അരഞ്ഞാണോ അല്ലേ? ഈ പകയനോടും ഉണ്ടാണ്ടിരിക്കാൻ പറയെങ്കിലും ആകട്ട്. അനക്ക് നോക്കുമ്പോ ഇത് അരിഞ്ഞാണമായിരിക്കും. ഈ ബായിക്കും എനിക്കും ഇത് പുക്കിൽക്കുടിയാണ്, പുക്കിൽക്കുടി. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവായി. ചേട്ടാ, വയറിന്റെ ശ്വാസത്തേക്ക് പിടി. ഇനി കുറച്ചുകൂടെ കുട്ടിക്ക്. ഇനി പറ്റത്തില്ല മുള്ളേ, ഗ്യാസ് പോകും. അല്ല, പോട്ട് മക്കളെ, എല്ലാം പോട്ട് മുള്ളേ. ഹലോ, തലയിലടിച്ചത് മതി, ഞങ്ങളുടെ ഓണർ വിളിക്കുന്നു, അങ്ങോട്ട് ചെല്ല്. അയ്യോ, ഇവളാണോ ഈ മണ്ഡപത്തിന്റെ ഓണർ? അയ്യോ, കൊളവായോ. മുങ്ങല്ലേ, ഇവിടെ നിക്ക്, ഞാൻ പുറത്ത് ഗേറ്റ് അടയ്ക്കട്ടെ. ഈ മണ്ഡപത്തിന്റെ ഓണർ ഞാനാണെന്നുള്ള കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചേയില്ലല്ലേ? അത് പോട്ടെ, ഇയാളുടെ പേരെന്താ? മിസ്റ്റർ അഴകുരാജൻ. മിസ്റ്റർ അഴകുരാജൻ. ഇയാള് പെട്ടുപോയെന്ന് പേടിയാ? പോടി. നീ വളരെ വൃത്തികേടായിട്ടാ പാടിയത്. നീ പാടിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. അതാ കളിയാക്കിയത്. ചിത്രയുടെ പാട്ടിഷ്ടമല്ലാത്ത ചിലർ കാണും, ജാനകിയുടെ പാട്ടിഷ്ടമല്ലാത്തവരും ചിലപ്പോ ഉണ്ടാകും. അതെല്ലാം പോട്ടെ, ശ്രേയ ഘോഷലിന്റെ പാട്ടിഷ്ടമല്ലാത്തവരും ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് അവരെല്ലാവരും നല്ല സിംഗേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? പറ. അതേപോലെ തന്നെയാ ഈ ദേവിപ്രിയയും. എന്റെ പാട്ട് ഇയാൾക്ക് ഇഷ്ടമല്ല, സിമ്പിൾ. ഇത്ര വൃത്തികേടായിട്ട് പാടിയിട്ട് കുറച്ചുപോലും മനസാക്ഷിയില്ലാതെ ചിത്രയും ജാനകിയും ശ്രേയ ഘോഷലിനെയും കമ്പയർ ചെയ്യുന്നു. ഓക്കേ, സ്റ്റോപ്പ്. ഇത് നോക്ക്. ലണ്ടനിൽ പോയി സിംബടി എല്ലാം ചെയ്തല്ലോ ഇളയരാജ.
അദ്ദേഹത്തിന്റെ പാട്ടല്ല ഇവള് പാടി നാണം കെടുത്തുവാണല്ലോ. അയ്യോ, ഞങ്ങളുടെ റഹ്മാനെ പോലും നീ വിട്ടുവെച്ചില്ലല്ലോ. ഹോളിവുഡിൽ പോയി 2 ഓസ്കാർ മേടിച്ചോണ്ട് വന്നതാ. അയ്യോ ഹാരിസ് ജയരാജ്, അയ്യോ ഇദ്ദേഹം അന്തസ്സുള്ള ആളായിരുന്നല്ലോടി. ഇതെല്ലാം ഇവരറിഞ്ഞ് ഇവര് ജോലി വിട്ടു തന്നെ പോകും. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ജീവനോടെ ഇരിക്കണോ? എന്നെ മേലോട്ട് വിളിച്ചോ. എന്നെ എന്താണ് വിളിക്കാത്തെ? വിളിക്കടാ 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 എന്നെ മേലോട്ട്. എന്നെ വിളിക്കടാ പ്ലീസ്, എന്നെ വിളിക്കടാ. അയ്യോ ഭൂമി ദേവിയല്ലോ കണ്ടോടി ഇരിക്കുന്നേ. ഒരു ദിവസം നിനക്ക് ഇതിനൊക്കെ കിട്ടുവടി. പിന്നെ കണ്ടോടി എന്താ നടക്കാൻ പോകുന്നെന്ന്. MD സാറേ, നിങ്ങളുടെ വായൊന്ന് ആദ്യം അടച്ചു വെക്കാൻ നോക്ക്. ജീവിതത്തിൽ ഇതുവരെ സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ദയവേത് തിരുവാതിറന്നു പറയല്ലേ സാറേ. ഈ കാസർഗോഡ് കാതർബായുടെ ബിരിയാണി തിന്നാതെ പോകാനാ ഞമ്മള് സമ്മതിക്കില്ല. ഓനോ വഴിക്ക് തിന്നുപുള്ളേ. അപ്പം ബൈ 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 ബൈ. MD സാറേ, ഒരു ബായി തന്നെ ബൈ പറഞ്ഞിട്ട് പോകുമ്പോ കേൾക്കാൻ എന്തൊരു സുഖമാ. അയാൾ ഒരു സാധാരണ മനുഷ്യനേ അല്ല, ബിരിയാണി ഉണ്ടാക്കാൻ പിറവിയെടുത്ത കാണ്ടാമൃഗത്തിന്റെ കുഞ്ഞാണ് അദ്ദേഹം. ഞാനേ ദേഷ്യത്തിലല്ലേ. കുടിക്കാൻ ബ്രാൻഡി, ഒഴിക്കാൻ ഗ്ലാസ്, ടച്ചിങ്സിന് അച്ചാറ്, കഴിക്കാൻ ബിരിയാണി. ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു നല്ല ഭായി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുന്നത്. സത്യമാണ് ഓഫീസർ. ഈ കാലത്ത് ആരെങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഭായിയെ പോലെ നല്ലവരുള്ളതുകൊണ്ടാ ഈ നാട്ടിൽ മഴ തന്നെ ഉണ്ടാവുന്നത്.